നമസ്കാരം, ഇത് IBN മലയാളം. കേരളത്തിലെ ഓൺലൈൻ ചാനലുകളുടെ മിശിഹ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലിൻ്റെ ഉടമയും എഡിറ്ററും ഒക്കെ ആയിരിക്കുന്ന ഷാജൻ സ്കറിയയാണ്. ഷാജൻ സ്കറിയ ഉണ്ടാക്കിയ വിപ്ലവം കേരളത്തിൽ ഒറ്റ ഓൺലൈൻ ചാനലുകളും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് വാർത്താ മാധ്യമരംഗത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് പോലും പറയാൻ ഭയക്കുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ഒരു കൂസലുമില്ലാതെ പറയുന്നത് ഷാജൻ സ്കറിയയെ വ്യത്യസ്തനാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സാധാരണക്കാരായ ആളുകൾ വാഴ്ത്തിപ്പാടുകയാണ്. പിണറായി സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അനുഭവിച്ച വേട്ടയാടലുകൾ സമാനതകളില്ലാത്തതാണ്. എന്നിട്ടും ഭയക്കാതെ അടിപതറാതെ ഷാജൻ സ്കറിയ മുന്നോട്ട് പോവുകയാണ്. നാവില്ലാത്തവർക്ക് നാവായി, കൂട്ടില്ലാത്തവർക്ക് കൂട്ടായി, അഭയമില്ലാത്തവർക്ക് ഒരഭയമായി, ആലംബഹീനർക്ക് ആശ്രയമായി. അതാണ് ഷാജൻ സ്കറിയ. ഈ റിപ്പോർട്ട് കേൾക്കുക. കേരളത്തിൽ നിലവിലൊരു പ്രതിപക്ഷ നേതാവുണ്ടെങ്കിൽ അത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിക്കുമ്പോൾ പോലും തീവ്രവാദികളുടെ മനസ്സ് നോവിക്കാതെ വേണം അവരുടെ സ്വത്തുക്കൾ കണ്ടെടുക്കാനെന്ന് ആഹ്വാനം ചെയ്ത കരുതൽ മനുഷ്യൻ ഷാജൻ സ്കറിയയെ ഇങ്ങനെ വേട്ടയാടിയത്. കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു നിൽക്കുന്ന അപൂർവ മാധ്യമപ്രവർത്തകരിൽ ഒരാളും കൂടിയാണ് ഷാജൻ എന്നതുകൊണ്ട് അതിഭീകരമായ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക വേട്ടയാടലാണ് നടക്കുന്നത്. ഒരു MLA-ക്കെതിരെ വാർത്ത നൽകിയതിന് SC/ST ആക്ട് പ്രകാരം കേസെടുത്തിരിക്കുന്നു. ജാതീയമായ എന്തെങ്കിലും ആ വാർത്തയിൽ പറഞ്ഞതായി അറിയില്ല. പക്ഷെ വകുപ്പ് SC/ST ആക്ട് ആയതുകൊണ്ട് ജാമ്യം പോലും കിട്ടില്ലത്രേ. ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമപ്രവർത്തനം അല്ല എന്നാണ് കേരളത്തിലെ ചാനൽ ജഡ്ജിമാർ പറയുന്നത്. ശരിയാണ്, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകൾ മറുനാടൻ മലയാളിയിലൂടെയാണ് ലോകം അറിയുന്നത്. അവസാനം സഹികെട്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കുന്നത് തന്നെ. ജോയി ആലുക്കാസ് റെയ്ഡ് കേസ് തന്നെ എടുത്താൽ മതി. മനോരമയുടെ വാർത്തയുടെ അടിയിൽ ഒരിക്കൽ കണ്ട കമന്റ് ഇനി മനോരമയുടെ ഈ വാർത്തയിൽ പറയുന്ന പ്രമുഖൻ ആരാണെന്നറിയാൻ മറുനാടൻ നോക്കണം. ഇതുകൊണ്ടാണ് ഷാജന് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് ചാനൽ ജഡ്ജിമാർ വിധി എഴുതിയത്. അതായത് വാർത്തകൾ മുക്കാനും വളച്ചൊടിക്കാനും പുള്ളിയെ കിട്ടില്ല. അതല്ലാതെ എന്ത് മാധ്യമപ്രവർത്തനം അല്ലേ? കടക്കുപുറത്തെന്ന് പറയുമ്പോൾ ഓതമ്പ്ര എന്ന് പറഞ്ഞ നട്ടെല്ല് വളച്ച് കുനിഞ്ഞു പുറത്തു നിന്നിട്ട് വൈകുന്നേരം അതിനെ ന്യായീകരിക്കുന്ന മാധ്യമപ്രവർത്തനം അല്ല ഷാജന്റേത്. താലിബാൻ വിസ്മയം എന്ന് പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കുന്ന മാധ്യമപ്രവർത്തനവുമല്ല ഷാജന്റേത്. ജോസഫ് മാഷിനെ വേട്ടയാടാൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയ അതേ ഭീകരത തന്നെയാണ് ഷാജൻ സ്കറിയയുടെ കാര്യത്തിലും നടക്കുന്നത്. രണ്ടും ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പകൽ പോലെ വ്യക്തം. അധികാരമില്ലാത്തിടത്ത് ജനാധിപത്യവും സഹിഷ്ണുതയും മാനവികതയും മാധ്യമ സ്വാതന്ത്ര്യവും പൗരാവകാശവും പറഞ്ഞിട്ട് അധികാരമുള്ളിടത്ത് 51 വെട്ടുവെട്ടി മനുഷ്യനെ കൊല്ലുന്ന കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ ഭീകരമുഖമാണ് വീണ്ടും തുറന്നുകാട്ടപ്പെടുന്നത്. കേരളത്തിലെ ഇസ്ലാമിക ഭീകരർക്ക് ഇത്രയേറെ ഡാമേജ് ഉണ്ടാക്കിയ ഒരു മാധ്യമപ്രവർത്തകൻ വേറെയില്ല. ബിൻ ലാദൻ, സാക്കിർ നായിക് തുടങ്ങി മദനി വരെയുള്ള വെള്ളരിപ്രാവുകളെ വെളുപ്പിക്കാൻ കേരളത്തിലെ താലിബാൻ അനുകൂലമെന്ന ആരോപണമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഇവറ്റകളുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടിയത് ഷാജൻ സ്കറിയ തന്നെയാണ്. പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അഴിമതി കേസിൽ കുടുങ്ങിയാൽ അത് രാജ്യത്തെ ജുഡീഷ്യറിയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽക്കുമെന്നതുകൊണ്ട് വെറുതെ വിടാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ തിക്തഫലമാണ് ഇന്ന് ജനം അനുഭവിക്കുന്നത് എന്ന് ഈയിടെ ആരോ പറയുന്നത് കേട്ടു. BBC-ക്കും മതഭീകരത വളർത്തുന്ന ചാനൽ എന്ന ആരോപണമുള്ള മീഡിയ വണ്ണിനും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ട മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനു വേണ്ടിയും ഉറഞ്ഞു തുള്ളിയവരൊക്കെ ഇപ്പോൾ എവിടെ? കാണില്ല എന്നറിയാം. അതാണ് പുതിയ നവോത്ഥാന പുരോഗമന കേരളം. ഇടത് ഇസ്ലാമിക വേട്ടയിൽ ഷാജൻ സ്കറിയ ഇല്ലാതാകുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എത്രയൊക്കെ വേട്ടയാടിയാലും അയാൾ തളരില്ല. അതിശക്തരായി തിരിച്ചു വരും. നിങ്ങളായിട്ട് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഷാജൻ സ്കറിയയ്ക്കും മറുനാടനും.
എന്തായാലും 51 വെട്ടുവെട്ടി ആരെങ്കിലും കൊന്നിട്ടോ, കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടോ, സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടോ, പോക്സോ കേസോ, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിനോ, അഴിമതി കാണിച്ചതിനോ, പരീക്ഷയിൽ മൊട്ടയും ഇന്റർവ്യൂവിൽ മുഴുവൻ മാർക്കും വില കൊടുത്തു വാങ്ങിച്ച് ഭാര്യയെ സർക്കാർ കോളേജിൽ അധ്യാപികയാക്കിയതിനോ, ഭൂമി കയ്യേറിയതിനോ, PhDക്ക് പ്രബന്ധം കോപ്പിയടിച്ചതിനോ, കവിത മോഷ്ടിച്ചതിനോ, നികുതി വെട്ടിച്ചതിനോ, തീവ്രവാദ പ്രവർത്തനത്തിനോ, സ്വർണം കടത്തിയതിനോ ഒന്നുമല്ലല്ലോ ഷാജൻ സ്കറിയയെ വേട്ടയാടിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക ഭീകരതയും അഴിമതിയും പിടിച്ചുപറിയും ഇന്ത്യ വിരുദ്ധതയും തുറന്നു കാണിച്ചതിനല്ലേ? അതിൽ അഭിമാനിക്കാം. ലക്ഷക്കണക്കിന് മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഷാജൻ സ്കറിയ തന്റെ വാർത്താ വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തന രീതിയോട് വിയോജിപ്പുള്ളവർ ഉണ്ടാകാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക ഭീകരതയ്ക്ക് വേണ്ടി കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കിടയിൽ നട്ടെല്ല് നിവർത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറയാനുള്ളത് പറഞ്ഞത് ഷാജൻ സ്കറിയയായിരുന്നു. ഒത്തിരി ആളുകളുടെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത്. അതില്ലാതാക്കാൻ ആരെയും അനുവദിക്കരുത്. നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഷാജൻ സ്കറിയയ്ക്ക് എല്ലാവിധ ധാർമ്മിക പിന്തുണയും നൽകുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.